ഈ ദേവദാസന്മാരെല്ലാവരും അവരുടെ അയോഗ്യതകൾ ദൈവത്തോട് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ ദേവദാസന്മാരെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്തെടുത്തു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗത്തിലെ ദൈവം തൻ്റെ വലിയ ദൗത്യത്തിനായി മോശയെ വിളിച്ചപ്പോൾ മോശയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു. ഗിദെയോനെ വിളിച്ചപ്പോൾ ഗിദെയോൻ്റെ മറുപടി: ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമാകുന്നു. യിരെമ്യാവിനെ വിളിച്ചപ്പോൾ യിരെമ്യാവിൻ്റെ മറുപടി മറ്റൊന്നുമല്ല: എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു.